മലങ്കര കാത്തലിക് ടിവിയുടെ കാറ്റക്കേസിസ് എന്ന പരമ്പരയിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ നിയമത്തിൻ്റെ ആമുഖമാണ് കാണാനായിട്ട് പരിശ്രമിക്കുക. ഇസ്രായേൽ ജനതയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ചരിത്രമാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുക. രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ പഴയ നിയമത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാണ്. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചാണ് പഴയ നിയമം പ്രതിപാദിക്കുന്നതെങ്കിൽ വന്നു കഴിഞ്ഞ രക്ഷകനെക്കുറിച്ചാണ് പുതിയ നിയമത്തിൽ നാം കാണുക. പഴയ നിയമ വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നത് പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ആദ്യ കാലങ്ങളിൽ പ്രവാചകന്മാർ വഴി ദൈവം സംസാരിച്ചു, എന്നാൽ ഈ അവസാന കാലഘട്ടത്തിൽ തൻ്റെ പുത്രൻ വഴി ദൈവം സംസാരിക്കുന്നു. റെവലേഷൻ ത്രൂ ഹിസ് സൺ. അതാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ വചനം മാംസം ധരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വചനം മാംസം ധരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പുതിയ നിയമഗ്രന്ഥങ്ങൾ നമ്മളോട് പറയുക. ശിഷ്യന്മാർ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ ക്രിസ്തു രഹസ്യങ്ങളുടെ സാക്ഷ്യമാണ് പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ ഉടനീളം നാം കാണുന്നത്. അതുകൊണ്ട് ഇതൊരു വിശ്വാസത്തിൻ്റെ പുസ്തകമാണ്, ദ ബുക്ക് ഓഫ് ഫെയ്ത്ത്. ശിഷ്യന്മാർ കണ്ടതും കേട്ടതും അനുഭവിച്ചതും തങ്ങൾ വിശ്വസിച്ചതുമായ വിശ്വാസ രഹസ്യങ്ങളെ, വിശ്വാസ സത്യങ്ങളെ ലിഖിത രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുക. അവരുടെ വിശ്വാസം അവർ പ്രതിപാദിക്കുമ്പോൾ അതിനിടയിൽ കടന്നുകൂടിയിട്ടുള്ള ചരിത്രം, സംസ്കാരം, ഭൂമിശാസ്ത്രം, മറ്റു മതങ്ങൾ, ഇവയൊക്കെയാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുക. വിശ്വാസത്തിൻ്റെ പുസ്തകമാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഈ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക വഴി ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് എന്ന്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ സഭയിൽ സന്നിഹിതനായിരിക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പുസ്തകമായതിനാൽ ഇതിൽ പറയപ്പെട്ടിരിക്കുന്ന വചനം ഒരിക്കലും കാലഹരണപ്പെട്ടു പോകുന്നില്ല, അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. കാരണം ദൈവമാണ് സംസാരിക്കുന്നത്. വിശ്വാസം വ്യാഖ്യാനിച്ചേ പറ്റൂ. അതുകൊണ്ട് ബൈബിൾ വ്യാഖ്യാനത്തിന് വിധേയമാണ്. സഭയിലാണ് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കേണ്ടത്. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 20-21 വചനങ്ങളിൽ നിന്ന് ഇത് നമുക്ക് വ്യക്തമാണ്. ഇത് സഭയുടെ പുസ്തകമാണ്, ദ ബുക്ക് ഓഫ് ചേർച്ച്. സഭകൾക്ക് വേണ്ടിയാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിട്ടുള്ളത്. പ്രാർത്ഥന കൂട്ടായ്മകൾക്ക് വേണ്ടി ഒന്നുചേർന്ന സഭാസമൂഹങ്ങളിൽ വായിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ട പുസ്തകങ്ങളെ സമാഹരിച്ചാണല്ലോ വിശുദ്ധ ഗ്രന്ഥം രൂപപ്പെടുത്തിയിട്ടുള്ളത്. കൊളോസോസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 15-16 വചനങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ്. പാരമ്പര്യങ്ങളെ എതിർക്കുന്നവരും വിശുദ്ധ ഗ്രന്ഥത്തെ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ സഭയുടെ വിശ്വാസത്തിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം രൂപം കൊണ്ടിട്ടുള്ളത്. പുതിയ നിയമത്തിൻ്റെ രചനയുടെ കാലവും നാമും തമ്മിൽ 20 നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. പുതിയ നിയമം എങ്ങനെയാണ് രൂപം കൊണ്ടത്? പുതിയ നിയമം രൂപം കൊണ്ടത് എല്ലാ സാഹിത്യ കൃതികളെയും പോലെ ഇതിനുമൊരു രചനാ ചരിത്രമുണ്ട്. 27 പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് പുതിയ നിയമം. ഏകദേശം 100 വർഷങ്ങൾ കൊണ്ടാണ് ഇതിൽ നടക്കുന്ന സംഭവങ്ങളും രചനയും നിവർത്തിതമായിട്ടുള്ളത്. പല ഇടങ്ങളിൽ രൂപം കൊണ്ട പുസ്തകങ്ങൾ ഒന്നിച്ചു ചേർത്ത് പുതിയ നിയമം എന്ന ഗ്രന്ഥസമാഹാരം ആദിമ സഭയാണ് രൂപം കൊടുത്തിട്ടുള്ളത്. പുതിയ നിയമത്തിൻ്റെ രചനയുടെ ചരിത്രം എന്താണ്? ദ റൈറ്റിംഗ് ഹിസ്റ്ററി ഓഫ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. ഇത് 3 സ്റ്റേജുകളിലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ഒന്നാമത്തേത് ദ പീരിയഡ് ഓഫ് ജീസസ്. ഇത് BC 4-ാം നൂറ്റാണ്ട് മുതൽ AD 30 വരെയുള്ള കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് BC 4-ാം നൂറ്റാണ്ട് എന്ന് പറയുക? ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടിയാണല്ലോ ചരിത്രം 2ആയി വിഭജിക്കപ്പെടുക, AD BC എന്നിങ്ങനെ. ഈശോ ജനിക്കുന്ന സമയത്ത് ഹെറോദ് ദ ഗ്രേറ്റ്, അദ്ദേഹം രാജാവായിരുന്നു എന്നുള്ളതിന് നമുക്ക് തെളിവുകളുണ്ട്. അദ്ദേഹം മരിക്കുന്നത് BC 4-ാം നൂറ്റാണ്ടിലാണെന്ന്
ചരിത്രത്തിൽ നമുക്ക് രേഖകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈശോ ജനിച്ചത് BC 4-ാം നൂറ്റാണ്ടിലായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വേദഗ്രന്ഥ പണ്ഡിതര് നമ്മളെ മനസ്സിലാക്കി തരിക. പുതിയ നിയമ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ളത് പലസ്തീനായുടെ സമീപ പ്രദേശങ്ങളിലാണ്. അവിടെ ശക്തമായിരുന്ന മതം യഹൂദ മതമായിരുന്നു. ഈശോയും ഈശോയുടെ ശിഷ്യന്മാരും ഒക്കെ യഹൂദ മതത്തിൽ പെട്ടവരായിരുന്നു. ഈശോയുടെ അടുത്ത അനുയായികളെ സ്ലീഹന്മാർ എന്നും അനേകം ശിഷ്യന്മാർ ഈശോയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരെ ശിഷ്യന്മാർ എന്നുമാണ് വിളിക്കുക. ദൈവദൂഷണം പോലെയുള്ള കുറ്റങ്ങൾ ഈശോയുടെ മേൽ ചുമത്തിയാണ് ഈശോയെ മരണത്തിന് വിധിക്കുക. AD 30 പലസ്തീനായിലെ റോമൻ ഭരണാധികാരിയായിരുന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്താണ് ഈശോ കുരിശു മരണത്തിന് വിധിക്കപ്പെടുക. ഈശോ കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ സത്യത്തെ പ്രഘോഷിക്കാൻ സ്ലീഹന്മാർ തുടങ്ങി. അവർ നടത്തിയ പ്രഘോഷണമാണ് അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ കാണുക. ദ പീരിയഡ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അപ്പോസ്തോലന്മാരുടെ കാലഘട്ടം. അത് AD 30 മുതൽ 70 വരെയുള്ള കാലഘട്ടം ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ ജീവിതത്തെ ആധാരമാക്കി ശിഷ്യന്മാർ പ്രസംഗിച്ചു തുടങ്ങി. അവരുടെ പ്രഘോഷണങ്ങൾ കേട്ട് അവിടെ വിശ്വാസ സമൂഹങ്ങൾ രൂപപ്പെട്ടു. അങ്ങനെ രൂപപ്പെട്ട സഭാ സമൂഹങ്ങൾക്ക് വേണ്ടി കത്തുകൾ എഴുതി തുടങ്ങി. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളാണ് ആദ്യം പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പസ്തോലന്മാർക്ക് ശേഷമുള്ള കാലഘട്ടത്തെ പോസ്റ്റ് അപ്പസ്തോലിക് പീരിയഡ് എന്ന് പറയും. അപ്പസ്തോലന്മാർക്ക് ശേഷമുള്ള ശിഷ്യന്മാരുടെ കാലഘട്ടം. ഇത് AD 70 മുതൽ 120 വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ക്രിസ്തു സംഭവങ്ങളെക്കുറിച്ച് ശിഷ്യന്മാർ നടത്തിയ പ്രഘോഷണങ്ങളും അവിടെ രൂപം കൊണ്ട സഭകളിൽ ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ചതും എല്ലാമാണ് നമ്മൾ കാണുക. പുതിയ നിയമത്തിലെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും രൂപപ്പെട്ടത് ഈ പോസ്റ്റ് അപ്പസ്തോലിക് പീരിയഡിലാണ്. പുതിയ നിയമത്തിൻ്റെ പാഠചരിത്രം എന്താണ്? സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ചോദ്യമാണ്, ഗ്രന്ഥകാരന്മാർ എഴുതിയ അതേ പുസ്തകം തന്നെ ഇന്ന് നമുക്ക് ലഭ്യമാണോ എന്നുള്ളത്. മൂലഗ്രന്ഥം, സോഴ്സ് ടെക്സ്റ്റ്, അത് നമുക്കിന്ന് ലഭ്യമാണോ എന്നുള്ളത്. അതൊന്നും നമുക്ക് ലഭ്യമല്ല. എല്ലാ പുരാതന സാഹിത്യ കൃതികളെയും പോലെ മൂലഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാര്യത്തിലും നമുക്ക് ലഭ്യമല്ല. എങ്കിലും 2-3 നൂറ്റാണ്ടുകൾ മുതലുള്ള അനേക മാനുസ്ക്രിപ്റ്റ്സ്, കയ്യെഴുത്തു പ്രതികൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിൽ നമുക്ക് ലഭ്യമാണ്. അവയിൽ ഏറ്റവും പഴയത് പപ്പീറസ് മാനുസ്ക്രിപ്റ്റ്സ് ആണ്. നൈൽ നദീതീരത്ത് വളർന്നിരുന്ന പപ്പീറസ് ചെടികളുടെ തണ്ടുകളെ സംസ്കരിച്ച് ഉണ്ടാക്കുന്ന പപ്പീറസ് കടലാസുകളിലാണ് ഇവ എഴുതപ്പെട്ടിരുന്നത്. സാധാരണയായിട്ട് ഈ പപ്പീറസ് ചുരുളുകളിലാണ് സൂക്ഷിക്കുക. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാര്യത്തിൽ അവ ക്രമപ്പെടുത്തി താളുകളായിട്ട് കോഡക്സ് എന്ന പേരിൽ അവ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇവയുടെ ഫ്രാഗ്മെൻറ്റ്സ് മാത്രമാണ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത്. 2-3 നൂറ്റാണ്ടുകൾ മുതലുള്ള പപ്പീറസ് നമുക്ക് ലഭ്യമാണ്. അവ അറിയപ്പെടുക പപ്പീറസ് 45, 46, 47, 52, 66 ഇങ്ങനെയുള്ള പല പേരുകളിലാണ്. രണ്ടാമതായിട്ട് നമുക്ക് ലഭ്യമാകുന്ന കയ്യെഴുത്ത് പ്രതി പാച്ച്മെന്റ് എന്നത് മൃഗങ്ങളുടെ തോലുകൾ സംസ്കരിച്ച് അവയിൽ എഴുതുന്ന രേഖകളാണ്. അവ കുറച്ചുകൂടി ഈട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് അവ കുറച്ചുകൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. തുടർന്ന് വരുന്നതാണ് ലക്ഷണറീസ്. ആരാധനാക്രമത്തിൽ വായിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന വേദഗ്രന്ഥ ഭാഗങ്ങൾ എഴുതപ്പെട്ട് വെച്ചിരിക്കുക. അവ സ്മോൾ ലെറ്റേഴ്സിലാണ്. ഈ പപ്പീറസും പാച്ച്മെൻറ്റും ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. 12-13 നൂറ്റാണ്ടുകളിലാണല്ലോ പേപ്പർ ലഭ്യമായി തുടങ്ങിയത്. 1452 മുതൽ 56 വരെയുള്ള കാലഘട്ടത്തിൽ ആണ് ലാറ്റിനിലുള്ള ബൈബിള് ആദ്യമായിട്ട് അച്ചടിച്ചിട്ടുള്ളത്. ബൈബിളിൻ്റെ വിവർത്തനങ്ങൾ, ട്രാൻസ്ലേഷൻസ് ഇവയാണ്. പുതിയ നിയമം എഴുതപ്പെട്ടിട്ടുള്ളത് ഗ്രീക്ക് ഭാഷയിലാണ്. ആ കാലഘട്ടത്തിൽ വാണിജ്യത്തിനും സാഹിത്യത്തിനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് ഗ്രീക്ക് ഭാഷ. യഹൂദർ സംസാരിച്ചിരുന്ന ഭാഷ അറമായ ഭാഷയാണ്. അവരുടെ ആരാധനയിൽ അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ ഹീബ്രു ഭാഷയാണ്. ഏറ്റവും പഴയ ട്രാൻസ്ലേഷൻ നമുക്ക് ലഭിക്കുക ലാറ്റിൻ ഭാഷയിലുള്ളതാണ്. 405 വിശുദ്ധ ജെറോം നടത്തിയിട്ടുള്ള മൂലഗ്രന്ഥത്തിൽ നിന്ന് നേരിട്ട് നടത്തിയിട്ടുള്ള ട്രാൻസ്ലേഷനാണ് ഏറ്റവും സ്വീകൃതമായിട്ടുള്ള ട്രാൻസ്ലേഷൻ. ഇതറിയപ്പെടുക വുൾഗാത്ത എന്ന പേരിലാണ്. 1546 ട്രെന്റ് കൗൺസിൽ ഇത് സഭയുടെ വുൾഗാത്ത സഭയുടെ ഔദ്യോഗിക ബൈബിൾ ആയിട്ട് സ്വീകരിക്കുകയുണ്ടായി. സുറിയാനി സഭയിൽ നടത്തിയിട്ടുള്ള ട്രാൻസ്ലേഷനിൽ ഉള്ള ഔദ്യോഗിക ഗ്രന്ഥം അറിയപ്പെടുക പിഷീത്ത എന്ന പേരിലാണ്.
എങ്ങനെയാണ് പുതിയ നിയമത്തിൻ്റെ കാനൻ രൂപപ്പെട്ടിട്ടുള്ളത്? ഡെവലപ്മെൻറ്റ് ഓഫ് ദി ന്യൂ ടെസ്റ്റമെൻറ്റ് കാനൻ. ദൈവ നിശ്വസിതമായി സഭ അംഗീകരിച്ചിട്ടുള്ള 27 പുസ്തകങ്ങളുടെ പട്ടികയ്ക്കാണ് കാനൻ എന്നറിയപ്പെടുക. കാനോനികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഈ ഗ്രന്ഥങ്ങൾ ആണ് ഇന്ന് നമുക്ക് സ്വീകൃതമായിട്ടുള്ളത്. കനോന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മാനദണ്ഡം, അളവുകോൽ എന്നൊക്കെയാണ്. എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. പുതിയ നിയമത്തെക്കുറിച്ച് ആദ്യമായിട്ട് രേഖപ്പെടുത്തി നമ്മൾ കാണുക ക്ലെമന്റ് ഓഫ് റോം 96 കാലഘട്ടങ്ങളിൽ, AD 96 കാലഘട്ടങ്ങളിലാണ്. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്ന് അദ്ദേഹം തൻ്റെ എഴുത്തുകളിൽ, തൻ്റെ റൈറ്റിങ്സിൽ എഴുതിയിട്ടുണ്ട്. അതാണ് പുതിയ നിയമത്തെക്കുറിച്ച് നമ്മൾ കാണുന്ന ആദ്യത്തെ സൂചനകൾ. സുവിശേഷങ്ങളുടെ കാനോന നിർണയിക്കപ്പെട്ടത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിലാണ്. രക്തസാക്ഷിയായ ജസ്റ്റിൻ 155 ആ കാലഘട്ടങ്ങളിൽ സുവിശേഷങ്ങളെക്കുറിച്ച് ഒരു സൂചന നൽകുന്നുണ്ട്. വിശ്വാസികളുടെ കൂട്ടായ്മയിൽ സുവിശേഷങ്ങൾ വായിക്കപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. 2-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് സുവിശേഷങ്ങൾ പ്രചരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ആദ്യമായിട്ട് ഈ പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ ഒരു പട്ടിക നമ്മൾ കാണുക മാർസിയൻ പാഷണ്ഡതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. മാർസിയൻ എന്ന വ്യക്തി സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അദ്ദേഹം പഴയ നിയമത്തെ മുഴുവനായി നിരാകരിക്കുകയും ജ്ഞാനവാദം, നോസ്റ്റിസിസം, അതിൻ്റെ ചില നിലപാടുകളെ സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പുറത്താക്കപ്പെട്ടപ്പോൾ അദ്ദേഹം രൂപം കൊടുത്ത സഭയ്ക്ക് അദ്ദേഹം ഒരു പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ പട്ടിക എഴുതിയുണ്ടാക്കി. അത് യഹൂദരെ സംബന്ധിച്ചുള്ള എല്ലാ സൂചനകളും ഒഴിവാക്കിക്കൊണ്ടുള്ള ലൂക്കായുടെ സുവിശേഷവും പൗലോസ്ലീഹായുടെ 10 ലേഖനങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു പട്ടികയാണ്. അതിനുശേഷം തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് മൊറത്തോറിയൻ കാനൻ. ഈ 27 പുസ്തകങ്ങളെ ഒറ്റയടിക്ക് 27 പുസ്തകങ്ങളെ കാനോനികമായിട്ട് കണക്കാക്കപ്പെട്ടതല്ല. ആദ്യമൊക്കെ കാണുന്ന രേഖകളിൽ നമ്മൾ കാണുക 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 3-ാം നൂറ്റാണ്ടിലും ഒക്കെ നമ്മൾ കാണുക സുറിയാനി, ഗ്രീക്ക്, ലത്തീൻ എല്ലാ സഭകൾക്കും അവരുടേതായ കാനോനകൾ ഉണ്ടായിരുന്നു. അവിടെ സുവിശേഷങ്ങൾ, വെളിപാട്, പൗലോസ്ലീഹായുടെ 13 ലേഖനങ്ങൾ, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം, ഇവയൊക്കെ മിക്ക സഭകളും അംഗീകരിച്ചിരുന്നു. എന്നാൽ തുടർന്ന് 367 അത്തനാസിയോസ് ഓഫ് അലക്സാണ്ട്രിയ അദ്ദേഹം ഒരു ഈസ്റ്റർ ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ് 27 പുസ്തകങ്ങൾ എന്ന് പറയുന്ന ഒരു സൂചന നമ്മൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം ആ കാലഘട്ടങ്ങളിൽ ഈ 27 പുസ്തകങ്ങളുടെ ഒരു പട്ടിക സഭയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ തുടർന്ന് കൗൺസിൽ ഓഫ് ട്രെൻറ്റ് 1546 ആണ് സഭയുടെ ഔദ്യോഗിക ഗ്രന്ഥങ്ങളായിട്ട് ഈ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളുടെ കാനോന ക്രമപ്പെടുത്തിയത്. എങ്ങനെയാണ് ഈ കാനോന ക്രമപ്പെടുത്തിയത്? എന്താണ് ഇതിൻ്റെ തിയോളജിക്കൽ റീസൺസ്? അത് നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട്. 27 പുസ്തകങ്ങൾ മാത്രമായിട്ട് സഭ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരിക്കാം? ഒരു പുസ്തകം ദൈവനിശ്വസിതം, ദൈവനിവേശിതം എന്ന് പ്രഖ്യാപിക്കുന്നത് നുള്ള കാരണം എന്താണ്? സഭ പ്രഖ്യാപിച്ചപ്പോൾ അത് ദൈവനിശ്വസിതമായി എന്ന് പറയുന്നത് തെറ്റാണ്. മറിച്ച് സഭയുടെ പ്രഖ്യാപനം അല്ല ഒരു പുസ്തകത്തെ ദൈവനിശ്വസിതം ആക്കുന്നത്. സഭ ഇങ്ങനെ പ്രഖ്യാപിക്കാനുള്ള ചില കാരണങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തേത് ഇതാണ്: ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യം. ഒരു ഗ്രന്ഥത്തിൽ ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ച് എപ്രകാരമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? യഹൂദർ കാത്തിരുന്ന മിശിഹായാണ് ചരിത്രത്തിൽ അവതരിച്ച യേശു എന്നത് വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്ന പുസ്തകങ്ങളെ കാനോനിക ഗ്രന്ഥത്തിൽ പെടുത്തുന്നതിൽ സഭ ശ്രദ്ധിച്ചിരുന്നു. ആദിമസഭയിൽ അപ്പസ്തോലന്മാരുടെ വാമൊഴി പ്രസംഗങ്ങളാണ് ലിഖിത രൂപം പ്രാപിച്ചത്. അതുകൊണ്ട് ശ്ലൈഹിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇങ്ങനെ സ്ലീഹന്മാരുടെ കർത്തൃത്വം, അപ്പസ്റ്റോലിക് ഒതൻറ്റിസിറ്റി, ഇവയുള്ള പുസ്തകങ്ങളെ കാനോനികമായിട്ട് പരിഗണിച്ചു. അത് മറ്റൊരു ഘടകമാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുക യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ്. സാർവത്രികമായി സ്വീകരിക്കപ്പെട്ടു പോന്ന കൃതികളെയാണ് കാനോനിക ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരാധനയിൽ സ്ഥിരമായിട്ട് വായിക്കുക, അവരുടെ സഭാ കൂട്ടായ്മകളിൽ പ്രസംഗിക്കുക, ഇവയ്ക്കൊക്കെ ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ. സ്ലീഹന്മാരുടെ പ്രബോധനത്തോട് ചേർന്ന് നിൽക്കുന്നവ ആയിരിക്കണം ഇതിലുള്ള ആശയങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. നാലാമത്തെ കാര്യം, ക്രിസ്തീയ വിശ്വാസത്തെ വളർത്താൻ കഴിവുള്ള ഗ്രന്ഥങ്ങളായിരിക്കണം എന്നത് കാനോനിക ഗ്രന്ഥങ്ങളുടെ നിർണയത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു.
പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ ഡിവിഷൻ ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് ബുക്സ്. പഠനത്തിനും മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനും അതിലെ ഭാഷയും ശൈലിയും ഒക്കെ വെച്ച് പുതിയ നിയമ ഗ്രന്ഥങ്ങളെ പഴയ നിയമ ഗ്രന്ഥങ്ങളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പോലെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുക. ചരിത്ര ഗ്രന്ഥങ്ങൾ, പ്രബോധനപരമായ ഗ്രന്ഥങ്ങൾ, പ്രവചനപരമായ ഗ്രന്ഥങ്ങൾ. അതിലെ ചരിത്രപരമായ ഗ്രന്ഥങ്ങൾ പുതിയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ്. 4 സുവിശേഷങ്ങളും അപ്പസ്തോല പ്രവർത്തനങ്ങളും. എല്ലാ ലേഖനങ്ങളും പ്രബോധനപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന പ്രവചനപരമായ ഗ്രന്ഥം വെളിപാട് പുസ്തകമാണ്. ഈ ചരിത്രപരമായ ഗ്രന്ഥങ്ങളുടെ വിവരണ രീതി, അതിൻ്റെ ഭാഷ, ചരിത്ര വസ്തുതകളുടെ രേഖപ്പെടുത്തൽ, അതിലെ കഥകളുടെ പ്രതിപാദന രീതി, ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടവയാണ്. പ്രബോധനപരമായ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അവ വളരെ വ്യക്തിപരമായിട്ടുള്ളതാണ്. മിസ്റ്റിക്കൽ ചിന്തകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തിരുത്തലുകൾ, ഉപദേശങ്ങൾ, ഇവയൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഒരേയൊരു പുതിയ നിയമ പ്രവചന ഗ്രന്ഥം വെളിപാട് പുസ്തകമാണ്. പുതിയ നിയമത്തിൻ്റെ രചനയിൽ ക്ലാസിക്കൽ ഗ്രീക്ക് ലാംഗ്വേജ് അല്ല ഒരിക്കലും ഉപയോഗിച്ചിരിക്കുക. കൊയിനെ ഗ്രീക്ക് എന്നാണ്. സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന സാധാരണ ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടിട്ടുള്ളത്. ഗ്രീക്ക് സാഹിത്യമല്ല പുതിയ നിയമ രചനയെ സ്വാധീനിച്ചിട്ടുള്ളത്, മറിച്ച് പുതിയ നിയമ രചനയെ സ്വാധീനിച്ചിട്ടുള്ളത് പഴയ നിയമമാണ്, യഹൂദ സാഹിത്യത്തിൻ്റെ രീതിയാണ്. അടുത്തതായി നാം മനസ്സിലാക്കാൻ പോവുക സമവീക്ഷണ സുവിശേഷങ്ങൾ, സിനോപ്റ്റിക് ഗോസ്പെൽസ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ 3 സുവിശേഷങ്ങളെയാണ് സമാന്തര സുവിശേഷങ്ങൾ എന്ന് വിളിക്കുക. അവയുടെ പരസ്പര ബന്ധമാണ് ഇതിനെ സമാന്തര സുവിശേഷം എന്ന് വിളിക്കാനുള്ള കാരണം. 2-ാം നൂറ്റാണ്ടിൽ താസിയൻ ദിയാതെസറോൻ എന്ന പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 സുവിശേഷങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഒരേപോലെ വരുന്ന സുവിശേഷ ഭാഗങ്ങളെ ഒന്നിച്ച് വെച്ച് ദിയാതെസറോൻ രൂപപ്പെടുത്തി. യേശു സംഭവങ്ങളുടെ വ്യത്യസ്ത ദൃക്സാക്ഷി വിവരണങ്ങളാണ് ഈ പുതിയ നിയമ ഗ്രന്ഥത്തിലെ സുവിശേഷങ്ങളെന്നാണ് ആദ്യ കാലങ്ങളിലെല്ലാം വിശ്വസിച്ചിരുന്നതും. 18-ാം നൂറ്റാണ്ട് മുതലാണ് വിമർശനാത്മക പഠനം നിലവിൽ വന്നിട്ടുള്ളത്. ഈ 3 സുവിശേഷങ്ങളും സംഭവ വിവരണങ്ങളിൽ കാണിക്കുന്ന സമാന്തരത്വം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. സംഭവങ്ങളുടെ ക്രമത്തിൽ പോലും ഇവ തമ്മിൽ ഐക്യമുണ്ട്. ഉദാഹരണത്തിന് ഇതിൻ്റെ സ്ട്രക്ചർ, ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷ, അതിനു മുൻപ് മമോദീസ, തുടർന്ന് ഗലീലിയിലെ ശുശ്രൂഷ, ജെറുസലേമിലേക്കുള്ള യാത്ര, ജെറുസലേമിലെ ശുശ്രൂഷ, പീഡാനുഭവ, മരണ, ഉത്ഥാനങ്ങൾ, ഇവയെല്ലാം വളരെ കൃത്യതയോടെയാണ് 3 സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിരിക്കുക. എന്തുകൊണ്ടായിരിക്കാം ഇത് ഇങ്ങനെ വരുന്നത്? അതിൻ്റെ പദാവലിയിലും സംഭാഷണങ്ങളിലും പോലും വളരെ അടുത്ത സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഉള്ളടക്കം, വിവരണക്രമം, വാക്കുകൾ, ഇവയിലെല്ലാം ഈ 3 സുവിശേഷങ്ങളും തമ്മിൽ സമാനതയുണ്ട്. എന്നാൽ എടുത്തു പറയത്തക്ക വ്യത്യാസങ്ങളും ഈ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ സിദ്ധാന്തങ്ങൾ പഠനത്തിന് രൂപപ്പെട്ടു വന്നു, ഡിഫറെൻറ്റ് തിയറീസ്. അതിലെ ഒന്നാമത്തേത് ഇതാണ്. സിനോപ്റ്റിക് ഗോസ്പെൽസിൻ്റെ പരസ്പര ബന്ധം എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നടന്ന പരിശ്രമങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള തിയറികളിൽ ഒന്നാമത്തേത് മൂല സുവിശേഷ സിദ്ധാന്തം, സോഴ്സ് ഗോസ്പൽ തിയറി. അതെന്താണ് എന്ന് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അവിടെ പണ്ഡിതർ പറയുക, അറമായ ഭാഷയിൽ ഒരു സുവിശേഷം അവിടെ എഴുതപ്പെട്ടിട്ടുണ്ടാകാം, ഇന്ന് നമുക്ക് ലഭ്യമല്ല എന്നേ ഉള്ളൂ. അതിനെ ആധാരമാക്കിയായിരിക്കാം ഈ 3 സുവിശേഷങ്ങളും രൂപപ്പെട്ടത് എന്ന്. രണ്ടാമത്തേത് വിവരണ സിദ്ധാന്തം, നറേറ്റീവ് തിയറി. അവിടെ പറയുക, യേശുവിൻ്റെ ജീവിതത്തിലെ വിവിധ സംഭവങ്ങളെ ആദ്യം രേഖപ്പെടുത്തി, എന്നിട്ട് അതിൽ നിന്ന് ഒരു ക്രമത്തിൽ ഈ 3 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയതാകാം എന്ന്. മൂന്നാമതായിട്ട് പറയുക പാരമ്പര്യ സിദ്ധാന്തമാണ്, ട്രഡീഷണൽ തിയറി. എന്ന് പറഞ്ഞാൽ ഓരോ സുവിശേഷങ്ങളും സ്വതന്ത്രമായി അവരാശ്രയിച്ച പാരമ്പര്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ലൂക്കാ സുവിശേഷകൻ വിജാതീയ ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും, മത്തായിയും മർക്കോസും യഹൂദ ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഈ സിദ്ധാന്തം അനുസരിച്ച് പറയുക. ഇന്ന് വളരെയധികം പ്രസക്തമായിരിക്കുന്ന, ഇന്നും പഠന വിധേയമായി കൊണ്ടിരിക്കുന്ന തിയറിയാണ് അടുത്തതായിട്ട് നാം കാണുക. അതിനെയാണ് ഡബിൾ സോഴ്സ് തിയറി. 2 ഉറവിടങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് പറയുന്നത്. ഒരു സുവിശേഷത്തെ ആശ്രയിച്ചായിരിക്കാം മറ്റ് 2 സുവിശേഷങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക. ഒരു സുവിശേഷം ഇതിന് സ്രോതസ്സായിരിക്കാം. ആദ്യം എഴുതപ്പെട്ട മർക്കോസിൻ്റെ സുവിശേഷമാകാം
മത്തായിക്കും ലൂക്കായിക്കും തങ്ങളുടെ സുവിശേഷം എഴുതുമ്പോൾ ഒരു സ്രോതസ്സായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ മർക്കോസിൽ നമ്മൾ കാണുന്നതല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വരാനുള്ള കാരണം എന്തായിരിക്കാം എന്ന് പണ്ഡിതരെ പഠിച്ചു. അപ്പോഴാണ് മറ്റൊരു തിയറിയിലേക്ക് വന്നത്. അവിടെ ക്യൂ എന്ന് പറയുന്ന മറ്റൊരു സോഴ്സ് ഉണ്ടാകാം. ജർമ്മൻ വാക്കിലുള്ള ക്വല്ലെ എന്ന് പറയുന്ന വാക്കാണ്, അതിൻ്റെ അർത്ഥം സോഴ്സ് എന്നാണ്. മറ്റൊരു സാങ്കല്പിക സോഴ്സ്, ഒരു സ്രോതസ് അവിടെ ഉണ്ടായിരുന്നിരിക്കാം. ഇതിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഒന്നല്ല. ഈശോയുടെ പഠനങ്ങളും ഈശോയുടെ പ്രവൃത്തികളും എല്ലാം വിവരിക്കുന്ന മറ്റൊരു സോഴ്സ് അവിടെ ഉണ്ടായിരുന്നിരിക്കാം എന്ന് അനുമാനിക്കുന്നു. ഇങ്ങനെ മർക്കോസിൻ്റെ സുവിശേഷവും ക്യൂ എന്ന സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് മത്തായി സുവിശേഷകനും ലൂക്കാ സുവിശേഷകനും തങ്ങൾക്ക് ലഭ്യമായ മറ്റ് സ്രോതസ്സുകളിൽ നിന്നുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ സുവിശേഷം രചിച്ചു എന്ന ഒരു തിയറിയാണ് ഇവിടെ നമ്മൾ കാണുക. എന്തുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തെ ആശ്രയിച്ചു, അതൊരു സോഴ്സ് ആയിരിക്കാം എന്ന് പറയാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം ഇതാണ്. മർക്കോസിൽ കാണുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ മറ്റ് രണ്ട് സുവിശേഷങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ മർക്കോസിൻ്റേതായിട്ട് മാത്രം നമ്മൾ കാണുന്ന വളരെ പരിമിതമായിട്ടുള്ള ചില ബൈബിൾ വചനങ്ങൾ മാത്രമേ ഉള്ളൂ. 2-ാം അധ്യായം 27-ാമത്തെ വചനം, 3, 20, 21, 4, 26, 29 ഇങ്ങനെ തുടങ്ങുന്ന ചില വചനങ്ങൾ മാത്രമേ ഉള്ളൂ. മർക്കോസിൻ്റെ അതേ ക്രമം ആയിരിക്കാം മറ്റുള്ളവർ ഉപയോഗിച്ചിരിക്കുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ആ ഭാഷയും ആശയവുമൊക്കെ കുറച്ചുകൂടി പരിഷ്കരിച്ച് ഉപയോഗിക്കാനായിട്ട് മറ്റ് രണ്ട് സുവിശേഷകരും പരിശ്രമിച്ചിട്ടുള്ളതായിട്ട് ഇതിൻ്റെ മൂലഭാഷയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റൊരു കാരണമാണ്. എന്തുകൊണ്ടായിരിക്കാം ക്യൂ എന്നൊരു സോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം? മത്തായും ലൂക്കായും മർക്കോസിൽ ഇല്ലാത്തവ ഉപയോഗിക്കുമ്പോഴും അവരുടെ പദാവലിയിലും അവരുടെ ക്രമത്തിലും ഒക്കെ ഒരു ഓർഡർ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവരുപയോഗിക്കണമെങ്കിൽ അവർക്ക് മുമ്പിൽ മറ്റൊരു സോഴ്സ് ഉണ്ടായിരിക്കണം. എഴുതപ്പെട്ട മറ്റൊരു രേഖയില്ലാതെ എങ്ങനെയാണ് അങ്ങനെ വളരെ കൃത്യതയോടെ ഉപയോഗിക്കാൻ സാധിക്കുക എന്നാണ് പറയുക. ഇന്നും പഠനവിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു തിയറിയാണ് ഈ ഡബിൾ സോഴ്സ് തിയറി. സമാന്തര സുവിശേഷങ്ങളുടെ സ്ട്രക്ചർ, സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സ്ട്രക്ചർ, അതിന് ഒരു ക്രമമുണ്ട്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം, ഇവയുടെയെല്ലാം ആരംഭത്തിൽ നമ്മൾ കാണുന്നത് ഒരു ആമുഖവും ഈശോയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുമാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 4-ാം അധ്യായം 11 വരെയുള്ള വചനങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വചനം മുതൽ 13-ാമത്തെ വചനം വരെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം മുതൽ 4-ാം അധ്യായം 13-ാമത്തെ വചനം വരെ. തൊട്ടടുത്ത 3 സുവിശേഷങ്ങളിലും കാണുക ഈശോയുടെ ഗലീലിയിലെ പ്രവർത്തനങ്ങളാണ്, ഗലീലിയൻ മിനിസ്ട്രി. അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 12-ാമത്തെ വചനം മുതൽ 18-ാമത്തെ അധ്യായം 35-ാമത്തെ വചനം വരെ ഈശോയുടെ ഗലീലിയൻ മിനിസ്ട്രിയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 14 മുതൽ 9-ാം അധ്യായം 50-ാമത്തെ വചനം വരെ ഈശോയുടെ ഗലീലിയൻ മിനിസ്ട്രിയാണ് നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 14-ാമത്തെ വചനം മുതൽ 9-ാം അധ്യായം 50-ാമത്തെ വചനം വരെ. തൊട്ടടുത്ത് നമ്മൾ 3 സുവിശേഷങ്ങളിലും കാണുക ഈശോയുടെ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്, ജേണി ടു ജെറുസലേം. മത്തായിയുടെ സുവിശേഷത്തിൽ 19ഉം 20ഉം അധ്യായങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായം, ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതൊരു നീണ്ട വിവരണമാണ്. 9-ാം അധ്യായം 51-ാമത്തെ വചനം മുതൽ 19-ാം അധ്യായം 25-ാമത്തെ വചനം വരെ. അടുത്തതായിട്ട് 3 സുവിശേഷങ്ങളിലും കാണുക ഈശോയുടെ ജെറുസലേമിലെ പ്രവർത്തനങ്ങളാണ്, ജെറുസലേം മിനിസ്ട്രി. മത്തായിയുടെ സുവിശേഷത്തിൽ 21 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ, ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 26-ാമത്തെ വചനം മുതൽ 21-ാമത്തെ അധ്യായം വരെ. തൊട്ടടുത്ത് നമ്മൾ കാണുക ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചാണ് 3 സുവിശേഷകന്മാരും പറയുക. പീഡാനുഭവ മരണത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യം മത്തായിയുടെ സുവിശേഷത്തിൽ 26, 27 അധ്യായങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14, 15 അധ്യായങ്ങൾ, ലൂക്കായുടെ സുവിശേഷത്തിൽ 22, 23 അധ്യായങ്ങൾ. 3 സുവിശേഷങ്ങളും അവസാനിക്കുക ഈശോയുടെ ഉത്ഥാനത്തെയും പ്രേക്ഷിത ദൗത്യത്തെയും കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായം, ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം
പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം മർക്കോസിൻ്റെ സുവിശേഷമാണ്. എന്നാലും പുതിയ നിയമത്തിൻ്റെ ക്രമത്തിൽ ആദ്യം നമ്മൾ കാണുക മത്തായിയുടെ സുവിശേഷമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആദിമസഭയിൽ വളരെ പ്രചാരത്തിലിരുന്ന ഗ്രന്ഥമായിരുന്നു മത്തായിയുടെ സുവിശേഷം എന്നുള്ളതാണ്. ആരാണ് ഈ മത്തായി സുവിശേഷകൻ, ഓതർ? മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 9-ാം അധ്യായം 9-ാം വചനത്തിൽ നമ്മൾ കാണുന്ന ചുങ്കക്കാരനായ ലേവിയാണ് മത്തായി എന്നതിന് ആദിമസഭയിൽ തന്നെ നമുക്ക് തെളിവുകളുണ്ട്. സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. യേശു സംഭവങ്ങളുടെ ഒരു ദൃക്സാക്ഷിയാണ് മത്തായി ശ്ലീഹ. 2-ാം നൂറ്റാണ്ട് മുതലാണ് ദ ഗോസ്പൽ ഓഫ് മാത്യു എന്ന ഒരു തലക്കെട്ട് ഈ സുവിശേഷത്തിന് നമ്മൾ കണ്ട് തുടങ്ങുന്നത്. യഹൂദ ക്രൈസ്തവരെ ഉദ്ദേശിച്ചിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു സുവിശേഷമാണ് ഇത് എന്നതിന് തെളിവുകളുണ്ട്. ഒന്നാമത്തേത് ഇതാണ്: മത്തായിയുടെ സുവിശേഷത്തിൽ പഴയ നിയമത്തിലെ നിയമങ്ങളോടുള്ള ആഭിമുഖ്യം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് 5, 6 ആ അധ്യായങ്ങളിലൊക്കെ ഇത് വളരെ കൃത്യമാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ വളരെ അധികം മത്തായിയുടെ സുവിശേഷത്തിൽ ഉണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഈശോ ഇസ്രായേലിൽ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് മത്തായി തൻ്റെ സുവിശേഷത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10-ാം അധ്യായം 15-16 വചനങ്ങളിൽ, 15-ാം അധ്യായം 24 ഇതിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് യഹൂദരുടെ ഇടയിൽ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ക്രിസ്തു ചെയ്യുന്നതിനെക്കുറിച്ച്. യഹൂദരുമായിട്ട് ഐക്യത്തിലുള്ള ഒരു സഭാ സമൂഹത്തെക്കുറിച്ചാണ് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുക. ഈശോയെ പലയിടങ്ങളിലും മോശയുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ഈ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, പ്രത്യേകിച്ച് മലയിലെ പ്രസംഗമൊക്കെ നടത്തുമ്പോൾ. എന്നാൽ വിജാതീയ ക്രൈസ്തവരെ ഉദ്ദേശിച്ചായിരിക്കാം മത്തായി തൻ്റെ സുവിശേഷം എഴുതിയത് എന്ന് പറയുന്ന ചില വാദങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും കൂടുതലായിട്ടും പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികളും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ കാണുന്നത് കൊണ്ട് ഒരു യഹൂദ ക്രൈസ്തവ സമൂഹം മുൻപിൽ ഉണ്ടായിരുന്നിരിക്കണം. എവിടെ വെച്ചാണ് എഴുതപ്പെട്ടത്? പാലസ്തീനയിൽ വെച്ച് ഇത് എഴുതപ്പെട്ടു. AD 70-നും 85-നും ഇടയിലുള്ള കാലഘട്ടത്തിലായിരിക്കാം ഈ സുവിശേഷം എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഇഗ്നേഷ്യസ്, സഭാപിതാവായ ഇഗ്നേഷ്യസ് AD 110 ആ കാലഘട്ടത്തിൽ തൻ്റെ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ സ്വീകർത്താക്കൾ, അതിൻ്റെ റെസിപ്പിയൻസ് അതാരാണ്? യഹൂദ മതവുമായിട്ട് വേർപിരിഞ്ഞ ഒരു ക്രൈസ്തവ സമൂഹം ആയിരിക്കണം. യഹൂദ അനുയായികളുടെ നീതിയെ അതിശയിപ്പിക്കുന്ന ക്രൈസ്തവ നീതിയെക്കുറിച്ച് ഈ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പത്രോസിന് പ്രഥമ സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു സഭാസമൂഹമായിരുന്നിരിക്കണം ഈ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ സ്വീകർത്താക്കൾ എന്നതാണ് പൊതുവെ ഉള്ള അഭിപ്രായം. മത്തായിയുടെ സുവിശേഷത്തെ 5 പ്രഭാഷണങ്ങളായിട്ടാണ് തിരിക്കുക. ഇങ്ങനെ 5 പ്രഭാഷണങ്ങളായി മത്തായിയുടെ സുവിശേഷത്തെ തിരിച്ച് മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിനെ ഒരു ഗുരുവായി, ഒരു ടീച്ചറായിട്ടാണ് മത്തായി സുവിശേഷകൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 1-ഉം 2-ഉം അധ്യായങ്ങൾ ഒരു ആമുഖം ക്രിസ്തുവിനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. 3 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ഗിരിപ്രഭാഷണം, 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ പ്രേക്ഷിത പ്രഭാഷണം, 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ സ്വർഗരാജ്യ പ്രഭാഷണം, 14 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ സഭാപ്രഭാഷണം, 19 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ യുഗാന്ത്യ പ്രഭാഷണം, 26 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ഈ സുവിശേഷം ഉപസംഹരിക്കുകയാണ്. മത്തായി സുവിശേഷം എഴുതിയതിൻ്റെ ലക്ഷ്യം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കർത്താവ് സന്നിഹിതനായിട്ടുള്ള സഭയിലേക്ക് ശിഷ്യ സമൂഹത്തെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്തായി തൻ്റെ സുവിശേഷം എഴുതിയിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്ന ചരിത്രത്തിലേക്ക് കടന്നു വന്ന ക്രിസ്തുവിനെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുൻപിൽ സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന മിശിഹായുടെ വംശാവലി അവതരിപ്പിക്കുമ്പോൾ ദാവീദിൻ്റെയും അബ്രാഹത്തിൻ്റെയും പുത്രനായിട്ടാണ് ക്രിസ്തുവിനെ അവതരിപ്പിക്കുക. അതിനൊരു കാരണമുണ്ട്. വാഗ്ദാനങ്ങളുടെ അവകാശിയാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കുന്നവർക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുക: അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വചനം.
പഴയ നിയമത്തിൽ അനേക വാഗ്ദാനങ്ങളും അവയുടെ പല നിറവേറലുകളും നമ്മൾ കാണുന്നുവെങ്കിലും ഇസ്രായേൽ ജനത പൂർണ്ണമായ ഒരു വിമോചനത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ പോലും ഇസ്രായേൽ ജനത റോമക്കാരുടെ അടിമകളാണ്. അപ്പോൾ അവരൊരു രക്ഷകനെ, ഒരു രാജാവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് മത്തായി സുവിശേഷകൻ ക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്: അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇസ്രായേൽ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കേണ്ട രക്ഷ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള മോചനമാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളോട് രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും ഒക്കെ സംസാരിച്ചതുപോലെയല്ല. 1-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് പറയുന്നു. മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നതും ദൈവം നമ്മോടുകൂടെ എന്നും ഉണ്ടായിരിക്കും എന്ന് പറയുന്ന വാഗ്ദാനത്തോടു കൂടിയാണ്. യുഗാന്ത്യം വരെ എന്നും അവൻ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. 28-ാമത്തെ അധ്യായം 20-ാമത്തെ വചനത്തിൽ നമ്മോട് കൂടെ ചരിത്രത്തിൽ ഇറങ്ങി വന്ന് വസിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് മത്തായി തൻ്റെ സുവിശേഷത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരിക. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം മുതൽ 7-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗത്തെ 1-ാമത്തെ പ്രഭാഷണം, അതാണ് ഗിരിപ്രഭാഷണം. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. ദൈവത്തോടുള്ള ക്രിസ്തുവിൻ്റെ വിധേയത്വം വ്യക്തമാക്കുന്ന ക്രിസ്തുവിൻ്റെ മാമോദീസായും മരുഭൂമിയിലെ പരീക്ഷയും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ പ്രതിപാദിച്ചിട്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രയായി നൽകുന്ന വളരെ നീണ്ട ഒരു പ്രഭാഷണമാണ് 5, 6, 7 അധ്യായങ്ങളിൽ നമ്മൾ കാണുക. നമ്മുടെ ആന്തരിക മനോഭാവത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രസംഗമാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങളും മലയിലെ പ്രസംഗവും. പുതിയ ധർമ്മ സംഹിതയാണ് മലയിലെ പ്രസംഗത്തിലൂടെ ക്രിസ്തു നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുക. 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ പ്രേക്ഷിത പ്രഭാഷണം എന്നാണ് അറിയപ്പെടുക. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ വാക്കുകളിൽ അതിസമർത്ഥനായി തൻ്റെ ശിഷ്യ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് മത്തായി നമുക്ക് മനസ്സിലാക്കി തരുന്നതെങ്കിൽ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും അവൻ സമർത്ഥനായ ഒരു പ്രവാചകനും ഗുരുവുമാണെന്ന് നമ്മുടെ മുൻപിൽ മത്തായി സുവിശേഷകൻ തെളിയിക്കുകയാണ്. ഈ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ഈശോ പ്രവർത്തിച്ചിട്ടുള്ള 10 അത്ഭുതങ്ങളിലൂടെ ക്രിസ്തു ആരാണെന്ന് തൻ്റെ ജനത്തിന് കുറച്ചുകൂടി അടുത്ത് മനസ്സിലാകുകയാണ്. പ്രേക്ഷിത പ്രഭാഷണത്തിൽ നമ്മൾ കാണുന്ന 1-ാമത്തെ അത്ഭുതം ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടിയാണ് ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത് എന്നത് ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നു. രണ്ടാമതായിട്ട് കാണുക, 2-ാമത്തെ അത്ഭുതം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുക. വിജാതീയരിലേക്കും ക്രിസ്തുവിൻ്റെ വചനം സൗഖ്യമേകുന്നതാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ പത്രോസിൻ്റെ ഭവനത്തിൽ ക്രിസ്തു നടത്തുന്ന സൗഖ്യ പ്രവർത്തനമാണ് കാണുക. ഇസ്രായേലിൻ്റെ മോചകനായിട്ടാണ് ക്രിസ്തു അവതരിച്ചത് എന്നത് സൂചിപ്പിക്കുന്നു. 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വചനങ്ങളിൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുക. പ്രകൃതി ശക്തികളുടെ മേൽ ദൈവത്തിനുള്ള അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഇത്. 8-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ 5-ാമത്തെ അത്ഭുതം നമ്മൾ കാണുന്നു. പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവം. തിന്മയുടെ ശക്തിയുടെ മേൽ ദൈവിക ശക്തി ഭരണം നടത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. പാപം ക്ഷമിക്കുന്നതിനും മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്നത് ഇത് സൂചിപ്പിക്കുന്നു. 7, 8 അത്ഭുതങ്ങൾ ഒന്നിച്ചാണ് നമ്മൾ കാണുക. ഭരണാധികാരിയുടെ മകളെ സുഖപ്പെടുത്തുന്നതും രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നതും. 9-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. ഈശോയുടെ അധികാരത്തിന് പരിധികളില്ല എന്നതാണ് ഈ 2 അത്ഭുതങ്ങളിലൂടെ സൂചിപ്പിക്കുക. 9-ാമത്തെ അത്ഭുതം അന്ധനെ സുഖപ്പെടുത്തുന്നതാണ്.
9-ാമത്തെ അധ്യായം 27 മുതൽ 31 വരെയുള്ള വചനങ്ങൾ. ശിഷ്യത്വത്തിൻ്റെ പാതയിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതിലുണ്ടാകുന്ന അന്ധതയെ ക്രിസ്തു സൗഖ്യമാക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. 10-ാമത്തെ അത്ഭുതം ഊമന് സൗഖ്യം നൽകുന്നതാണ്. 9-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വചനങ്ങൾ. ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു നടപ്പാക്കുന്ന പുതിയ നീതിയും തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയും തൻ്റെ പിതാവിൻ്റെ കരുതലുമൊക്കെ മത്തായി സുവിശേഷകൻ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് വളരെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് പ്രേക്ഷിത പ്രഭാഷണത്തിൽ ക്രിസ്തു പ്രവർത്തിച്ച അത്ഭുതങ്ങളിലൂടെ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഒരുക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളെ ദൈവരാജ്യ പ്രഭാഷണം എന്നാണ് പറയുക. അതിലെ 13-ാമത്തെ അധ്യായത്തിൽ തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്ന 7 ഉപമകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ? ദൈവം ഭരിക്കുന്ന ഇടത്തെയാണ് ദൈവരാജ്യം എന്ന് പറയുക. തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ദൈവം നമ്മെ സൗഖ്യപ്പെടുത്തുന്നു, ദൈവം നമ്മെ കരകയറ്റുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഇത്. ഇവിടെ നമ്മൾ ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന 7 ഉപമകളെ തുടർച്ചയായിട്ട് ഈശോ പഠിപ്പിക്കുന്നതായി കാണുന്നു. 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ വിതക്കാരൻ അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന വിത്തുകളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. വിതക്കാരൻ്റെ ഔദാര്യത്തിൻ്റെ മുൻപിൽ ഈ വിത്തുകളുടെ നഷ്ടം ഒരു പ്രശ്നമല്ലാതായിത്തീരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ കാണുക 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ കളകളുടെ ഉപമയാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ ഉപമയിൽ നമ്മൾ കണ്ടുമുട്ടുക. 31 മുതൽ 35 വരെയുള്ള വചനങ്ങൾ 13-ാം അധ്യായത്തിൽ കടുകുമണിയുടെ ഉപമ വളരെ പരിചിതമായിട്ടുള്ള ഒരു ഉപമയാണ്. വളരെ ചെറിയ ഒരു തുടക്കത്തിൽ നിന്നും ദൈവരാജ്യം വളർന്ന് വികസിക്കുന്നതിനെ, ബലഹീനതയെയും എളിമയെയും നിസ്സാരതയെയും ഒക്കെ ദൈവം വളരെ കാര്യമായി പരിഗണിക്കുന്നതിനെ ഒക്കെ ഈ ഉപമ സൂചിപ്പിക്കുന്നു. പുളിമാവിൻ്റെ ഉപമയാണ് അടുത്തതായിട്ട് നമ്മൾ കാണുക. സുവിശേഷത്തിൻ്റെ നിഗൂഢ ശക്തി മനുഷ്യ ഹൃദയങ്ങളെ മാറ്റത്തിലേക്കും രൂപാന്തരത്തിലേക്കും നയിക്കുന്നു എന്നതിനെ ഈ ഉപമ സൂചിപ്പിക്കുന്നു. 5, 6, 7 ഉപമകൾ 44 മുതൽ 52 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നു നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമ. അവിടെയൊക്കെ ദൈവത്തെ കണ്ടെത്തുവാൻ വില കൊടുക്കേണ്ടതും നഷ്ടപ്പെടുത്തേണ്ടതും ഉണ്ട് എന്നത് സൂചന നൽകുന്നു. 14 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളെ സഭാപ്രഭാഷണം എന്നാണ് വിളിക്കുക. ഇവിടെ സഭയെക്കുറിച്ചും സഭയുടെ സ്ഥാപനത്തെക്കുറിച്ചും പത്രോസിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളുടെ വ്യാഖ്യാനത്തെ വളരെ വ്യത്യസ്തമായ തലങ്ങളിൽ കാണുന്ന പല പുസ്തകങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. സഭ എന്ന് പറയുന്ന ഒരു വാക്ക്, എക്ലേസ്യ, ചേർച്ച് എന്ന് പറയുന്ന വാക്ക് സുവിശേഷങ്ങളിൽ മത്തായിയുടെ സുവിശേഷത്തിലാണ് നമ്മൾ കാണുക. ആദ്യമായി കാണുക മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 17-ാം വചനത്തിലും 16-ാം അധ്യായം 18-ാം വചനത്തിലുമാണ്. സഭയുടെ അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ അധികാരം എന്നത് ശുശ്രൂഷയാണ് എന്നത് ഈ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപന സമയത്ത് നടക്കുന്ന സംഭവങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 15-16 വചനങ്ങളിൽ കുഞ്ഞാടുകളെ മേയ്ക്കുന്നതിനെക്കുറിച്ച് ക്രിസ്തു പത്രോസിനോട് പറയുന്നുണ്ട്. ബലഹീനതയുടെ വേദനയറിയുന്ന പത്രോസിനെയാണ് ക്രിസ്തു അജപാലന ദൗത്യം, സഭയുടെ ദൗത്യം ഏൽപ്പിക്കുക. സഭാപിതാവായ തെയോഡോറിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഷ്യത്തിൽ ഇങ്ങനെയാണ് പത്രോസിൻ്റെ അജപാലനത്തെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുക. നീ അവരുടെ ഭാരം ചുമക്കണം, അവരെ പരിപാലിക്കണം, അവരുടെ രോഗത്തിൽ അവരെ ആശ്വസിപ്പിക്കണം, ഞാൻ തന്ന കൃപ വഴി അവരെ നീ പരിപാലിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ അജപാലകന്റെ ദൗത്യം. സഭ കൈകാര്യം ചെയ്യുന്നത് മാംസരക്തങ്ങളുടെ വെളിപാടിനെയല്ല, മറിച്ച് ദൈവിക വെളിപാടുകളെയാണ് എന്നത് 16-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഈ വെളിപാടിൻ്റെ പ്രത്യുത്തരമാണ് പത്രോസിൻ്റെ പരമാധികാരത്തിൻ്റെ അടിസ്ഥാനം തന്നെ. സഭയുടെ ജീവിത ശൈലിയെക്കുറിച്ചാണ് 18-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുക. ഒരു ശിശുവിനെ പോലെ ചെറുതാകുന്ന മനോഭാവവും ബലഹീനരുടെ നേരെ ശ്രദ്ധയുള്ള മനോഭാവവും വഴിതെറ്റിയ ആടിനെ തിരികെ കൊണ്ടുവരാനുള്ള വിശാല മനസ്സും
തെറ്റുകളുടെ മേൽ അതിരുകളില്ലാതെ ക്ഷമ കൊടുക്കുവാനുള്ള മനസ്സുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു സഭാ സമൂഹം രൂപപ്പെടുക എന്നതാണ് മത്തായി സുവിശേഷകൻ സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുക. 19 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ യുഗാന്ത്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. യുഗാന്ത്യത്തിൽ നന്മയും തിന്മയും നിർണായകമായി വേർതിരിക്കപ്പെടുന്നു എന്ന സൂചന നൽകുന്ന പഠനങ്ങളും ഉപമകളും ആണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുക. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട 2 പ്രമേയങ്ങൾ ക്രിസ്തു വിജ്ഞാനീയവും സഭാ വിജ്ഞാനീയവുമാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ ഈ 5 പ്രഭാഷണങ്ങളിൽ നിന്നും ക്രിസ്തു വിജ്ഞാനീയം നമുക്ക് വളരെ വ്യക്തമാണ്. സുവിശേഷത്തിൻ്റെ അന്തർധാര തന്നെ ഈശോ യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണ് എന്ന് പ്രഖ്യാപിക്കുക തന്നെയാണ്. പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തുവിൽ നിവർത്തിതമായിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമായി മത്തായി സുവിശേഷകൻ പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ദൈവഹിതം നിർവഹിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയും ദൈവഹിതം നിർവഹിക്കുന്നതിൽ നമുക്ക് മാതൃകയാവുകയും ചെയ്ത ഒരു ക്രിസ്തുവിനെ മത്തായി സുവിശേഷകൻ നമ്മുടെ മുൻപിൽ തൻ്റെ ക്രിസ്തു വിജ്ഞാനീയത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. സഭയെക്കുറിച്ചുള്ള മത്തായിയുടെ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇപ്പോൾ കണ്ട മത്തായി സുവിശേഷകനാണ് സഭ എന്ന എക്ലേസ്യ എന്ന വാക്ക് ഉപയോഗിക്കുക. ഇത് വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ്. സഭയിൽ ഉചിതമായ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുക എന്നത് മത്തായി തൻ്റെ സുവിശേഷത്തിൽ പല ഇടങ്ങളിലായിട്ട് പ്രതിപാദിക്കുന്നു. ഈശോ യഹൂദരുടെ അടുത്തേക്ക് അയക്കപ്പെട്ടു, പക്ഷെ അവർ സ്വീകരിച്ചില്ല. അതുകൊണ്ട് അവിടുന്ന് വിജാതീയരുടെ ഇടയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. മത്തായിയുടെ സുവിശേഷത്തെ നമ്മൾ ഉപസംഹരിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് 1-ാം അധ്യായം 23-ാം വചനത്തിൽ മത്തായി സുവിശേഷകൻ പറയുന്നു. 28-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ മത്തായി സുവിശേഷകൻ ഇങ്ങനെയാണ് പറയുക: യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്നും ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു. ആ ദൈവം സ്ഥാപിച്ച സഭയിലേക്ക് ശിഷ്യ സമൂഹത്തെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തൻ്റെ സുവിശേഷത്തെ മത്തായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.